ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്നൊരു എല്ലും കപ്പയും വെച്ചിട്ടുള്ള റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാൻ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് തന്നെയാണ് ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് ചോറും കറിയും വെക്കാനായിട്ട് കിച്ചണിൽ കയറണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വൈകിട്ടത്തേക്കുള്ള സ്നാക്കും റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകിട്ട് കിച്ചണിൽ കയറണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടോ. പിന്നെ നമുക്ക് എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചിയിലായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതേപോലെ ലേശം ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അതെല്ലാം കൂടി ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നന്നായി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, ബെഡ് കവറൊക്കെ മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുപോയി മെഷീനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള ദിവസമായിരുന്നു, അത് കാരണം പിന്നെ അതൊന്ന് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ നമുക്ക് ഡ്രയറിലിട്ടാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ അത് കുറച്ചും കൊണ്ടുപോയി ഞാൻ മെഷീനിൽ കൊണ്ടുപോയിട്ട് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ നല്ലോണം അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയൊരു കയ്പ്പുണ്ടായിരുന്നു കേട്ടോ കപ്പക്ക്. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം വേറൊരു കുക്കറിലോട്ട് ഈ കപ്പയും കൂടി ആഡ് ചെയ്ത് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ലേശം ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ദേ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവാള നമ്മൾ ദേ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള വരുന്ന കൂടുതൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ വേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. പിന്നെ കുറച്ച് മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കണ കപ്പയും അതേപോലെ തന്നെ എല്ലോട് കൂടിയുള്ള ഇറച്ചിയും കൂടി ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഉണ്ടാവും, കപ്പയിലാണെങ്കിലും അതേപോലെ തന്നെ ഇറച്ചിയിലാണെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നേരെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല വറ്റി ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം കപ്പം നമ്മൾ അവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ നേരത്തെ വാഷ് ചെയ്യാൻ വേണ്ടി കുറേ തുണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ദേ ഡ്രയറിലിട്ട് ഉണക്കി എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി വിരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം കപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം കുടിക്കാൻ വേണ്ടി ചായ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കട്ടൻ ചായ ആയിട്ട് വെച്ചിട്ടായിരുന്നത്. കപ്പയുടെ ഒപ്പം കഴിക്കാനായിട്ട് ബെസ്റ്റ് കട്ടൻ ചായ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും ദേവി ഇത്താത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇത്താത്തയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും ഈ കപ്പേനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവർ വന്നപ്പോൾ ചിക്കൻ റോളും അതേപോലെ തന്നെ സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി അതാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞത് പിന്നെ രാത്രിയാകുമ്പോൾ കഴിക്കാനായിട്ട് നമ്മൾ KFC പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ KFC പോയി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി KFC പിന്നെ അതുപോലെ തന്നെ മൗണ്ടൻ ഡ്യൂയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നേരത്തെ എന്തോ പരിപാടിക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ പ്ലേറ്റ് അതേപോലെ തന്നെ പേപ്പർ ഗ്ലാസ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി അതിൽ കഴിക്കാൻ കാരണം പാത്രം കഴിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ പേപ്പർ പ്ലേറ്റിലായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഇരുന്നോ. സാധനം കൂടി ഇരിക്കുന്നോ. നാളെ നാളെന്താ അപ്പൊ നിങ്ങൾ ഇനി എന്താണ് വരുന്നത്? എല്ലാരും ഉണ്ടാവും. അപ്പൊ വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നോളൂ. ഞങ്ങൾ പോകുകയാണ്. ഇവിടുത്തെ അലയിൽ വെച്ചേക്കുന്ന ഹെയർ ബാൻഡ് ആരുണ്ടാക്കിയതാ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഇൻഷാല്ലാ. പെരുന്നാളല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സനയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം റിട്ടേൺ ഗിഫ്റ്റ് പോലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക്. എല്ലാ തവണയും നമ്മൾ ചോക്ലേറ്റ്സാണ് സ്കൂളിൽ കൊടുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ തുടങ്ങി അവിടെ ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ലെന്ന് റിസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൻസിലും ഇതേപോലെ ഷാർപ്പനറും ഇറേസറൊക്കെയാണ് ഓരോരുത്തർ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഓർത്ത് പെൻസിൽ എന്തായാലും കൊടുക്കാമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കാർഡ് പോലെ ഉണ്ടാക്കണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫോട്ടോ വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാർബിയും അതേപോലെ തന്നെ വെച്ചിട്ടുള്ള തീമിലാണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ തന്നെ ഒരു ഫോട്ടോ കണ്ടെടുത്തിട്ട് അങ്ങനെ ചെയ്ത് പ്രിൻ്റ് എടുത്തതായിരുന്നു. അപ്പോൾ ഇക്കാക്ക വന്നപ്പോൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെയാണ് അത് കട്ട് ചെയ്ത് എടുത്തത്.
ഞാൻ ഈ സംഭവം എന്തായാലും ആദ്യമായിട്ടാണ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് ലേസർ പ്രിൻ്റാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഇത് നമ്മൾ സാധാ പ്രിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നമുക്ക് പിന്നെ ഒരു ആഗ്രഹത്തിന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എന്തായാലും കുഴപ്പമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. എന്നിട്ട് നമ്മളിത് ഡബിൾ ടേപ്പ് വെച്ചിട്ടുണ്ടായി. ഡബിൾ ടേപ്പ് വെച്ചിട്ട് പെൻസിലിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് അത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ടീച്ചേഴ്സിനാണെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ പെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് എല്ലാവർക്കും, സ്റ്റുഡൻസിന് എല്ലാവർക്കും നമ്മൾ പെൻസിലും അതേപോലെ ടീച്ചേഴ്സിന് പെന്നും ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെന്ന് നമ്മൾ റെഡ് ഇങ്ക് നോക്കിയായിരുന്നു, പക്ഷേ റെഡ് ഇങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തൽക്കാലം ബ്ലൂ ഇങ്ക് തന്നെയായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ഓർത്ത് ഭയങ്കര സിമ്പിളാണെന്നൊക്കെ ഓർത്തിട്ടോ. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി പണിയായിരുന്നു. നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊക്കെയാണ് ആദ്യം കട്ട് ചെയ്ത് നോക്കിയത്. പക്ഷേ ചില സമയത്തൊക്കെ അത് കീറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൽക്കാലം ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്നൊക്കെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ കട്ടർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ബ്ലേഡ് ഉണ്ടല്ലോ, അപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ പിറ്റേന്നായിട്ട് പിന്നെ നമ്മളെല്ലാം പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബർത്ത്ഡേയുടെ തലേ ദിവസമായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഫൈനലി നമ്മൾ ഓരോരുത്തരായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർ ഓരോ ടാസ്ക് ആയിരുന്നു. അപ്പോൾ സനയും കൊടുത്ത് കൂടിയായിരുന്നു. സനയൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ അവളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി നമ്മളിത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഫയലിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചീത്താവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫയലിലാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇനി ബർത്ത്ഡേ വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയും ടാറ്റാ ബൈ ബൈ.